കൊല്ലം ജില്ലയിൽ വെറും ഒരു ഗ്രാമത്തിൽ ഓട്ടോ ഓടിച്ച് നടന്ന രാജൻ ബാബു എന്ന ഈ വ്യക്തി എങ്ങനെയാണ് ബാബുസ്വാമിയിലേക്കും പിന്നെ മുരാരി തന്ത്രിയിലേക്കും വളർന്നത്? എങ്ങനെയാണ് ഇദ്ദേഹം ഇത്രയും വലിയൊരു ധനികനായി മാറിയത്? എവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് ഇതിനു മാത്രം കാശ് കിട്ടിയത്? ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നാട്ടിലുള്ള എല്ലാവരുടെയും ഭാവി കാര്യങ്ങൾ പ്രവചിച്ച് അതിനുവേണ്ട പരിഹാര ക്രിയകളും പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന നമ്മുടെ മുരാരി തന്ത്രിക്ക് എന്തുകൊണ്ടാണ് സ്വന്തം ഭാവി മാത്രം പ്രവചിക്കാൻ കഴിയാത്തത്? അങ്ങനെ കഴിഞ്ഞിരുന്നുവെങ്കിൽ അയാൾ ഇന്ന് ജയിലിൽ കിടക്കില്ലായിരുന്നു. ഇതുപോലെയുള്ള ബാബുസ്വാമിമാരുടെ ന്യൂസ് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും ഒട്ടും പഠിപ്പില്ലാത്തവരോ വിദ്യാഭ്യാസമില്ലാത്തവരോ കാശില്ലാത്തവരൊക്കെ ആയിരിക്കും ഇവരുടെ എല്ലാം വലയിൽ ചെന്ന് വീഴുന്നതെന്ന്. എന്നാൽ ഇത് തെറ്റാണ്. നല്ല വിദ്യാഭ്യാസവും പഠിപ്പും കാശും വിവരവും ഒക്കെ ഉള്ളവർ തന്നെയാണ് ഇതുപോലുള്ള ബാബുസ്വാമിമാരുടെ അടുത്ത് ചെല്ലുന്നത്. നമ്മൾ എത്രയൊക്കെ വിദ്യാസമ്പന്നരായാലും ഇതുപോലത്തെ ബാബുസ്വാമിമാർ എന്നും നമ്മളെ പറ്റിക്കാൻ വേണ്ടി സമൂഹത്തിൻ്റെ മുൻനിരയിൽ തന്നെ ചിരിച്ചുകൊണ്ട് കാണും. ഇവരുടെ എല്ലാം മുഖംമൂടി അഴിഞ്ഞു വീഴുന്നത് വരെ ഇവർ നാട്ടുകാരെല്ലാവരെയും നല്ലപോലെ പറ്റിക്കും. വെറും ഓട്ടോ ഓടിച്ച് നടന്നിരുന്ന ഒരു വ്യക്തി ഇത്രയും വലിയ കാശുകാരനായതിന് പിന്നിലും നമ്മുടെ നാട്ടിലെ മണ്ടന്മാരായ ജനങ്ങൾ തന്നെയാണ്. കാരണം ഇയാളെപ്പോലുള്ള മന്ത്രവാദികളുടെയും അല്ലെങ്കിൽ പൂജാരികളുടെയൊക്കെ അടുത്ത് അങ്ങോട്ട് ചെന്ന് പൂജകൾ നടത്തുകയും കൂടോത്രം ചെയ്യുകയും ബാധ ഒഴിപ്പിക്കുകയൊക്കെ ചെയ്ത് അവർക്ക് നമ്മൾ ലക്ഷങ്ങൾ കൊടുത്ത് അവരെ നമ്മൾ കോടീശ്വരന്മാരാക്കുന്നു. എന്നിട്ട് പിൽക്കാലത്ത് എന്തെങ്കിലും കേസ് വരുമ്പോൾ മാത്രമാണ് ഇതുപോലുള്ള ബാബുസ്വാമിമാരുടെ കുറ്റവും കുറവുമെല്ലാം നമ്മളെല്ലാവരും അറിയുന്നത്. അതുവരെ ഇവരെല്ലാം സമൂഹത്തിൽ നല്ല വ്യക്തികളായിട്ട് ഉന്നതന്മാരായിട്ട് മുൻനിരയിൽ തന്നെ ജീവിച്ചു പോകുന്നതാണ്. മായാവിയുടെ മാന്ത്രിക ഇവിടെ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞാൽ അതെവിടെ കിട്ടുമെന്ന് ചോദിക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ബാബുസ്വാമിമാർ ഇനിയും ഉയർത്തെഴുന്നേറ്റ് വരും. ഇനിയെങ്കിലും ഇതുപോലുള്ള ബാബുസ്വാമിമാരുടെ വലയിൽ ചെന്ന് വീഴാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്.